നമസ്കാരം. ഹമാസ് മുതിർന്ന നേതാവ് ഇസ്മാഉൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ രാജ്യത്തെ ഉയർന്ന പദവിയിലുള്ള രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരടക്കം 22 പേരെ അറസ്റ്റ് ചെയ്ത ഇറാൻ. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും തെഹ്റാനിലെ സൈനിക ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. തലസ്ഥാനമായ തെഹ്റാന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്തു. വിശദമായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സേനയുടെ ചാരവൃത്തി സംബന്ധിച്ച പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ സംശയിക്കുന്നവരെയെല്ലാം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഇറാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചെന്നാണ് സൂചന. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഹക്കിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ബോംബ് സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെട്ടത്. സംഭവം കനത്ത രഹസ്യാന്വേഷണ സുരക്ഷാ വീഴ്ചയായാണ് ഇറാൻ കാണുന്നത്. ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ ഇറാൻ സുരക്ഷാ സേന പരിശോധന നടത്തി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ഗസ്റ്റ് ഹൌസിലെ അതിഥികളെ കുറിച്ചുള്ള പട്ടികയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഹനിയ ഇറാനിൽ വരുമ്പോഴെല്ലാം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് IRGC-യുടേതാണ്. ഹനിയ വധം ഇസ്രായേൽ ആസൂത്രണം ചെയ്തതാണ് എന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത്. ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണ് US ഉദ്യോഗസ്ഥരും പറയുന്നത്. അതേസമയം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഇസ്രായേൽ ഇതുവരെ ഹനിയ വധത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. മേയിൽ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹാറിലെത്തുമ്പോൾ ഹനിയയെ വധിക്കാനായിരുന്നു ഇസ്രായേൽ നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ചടങ്ങിലെ ജനബാഹുല്യം കാരണം പരാജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് 2 ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ബ്രിട്ടനിലെ ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊസാദിന്റെ നിർദ്ദേശപ്രകാരം 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗസ്റ്റ് ഹൌസിലെ 3 മുറികളിലാണ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നത്. രാജ്യത്ത് പുറത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ചുമതലയിലുള്ള അൻസാർ അൽ മഹദി വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് ഹനിയയെ വധിക്കാൻ മൊസാദ് വിലക്കെടുത്തത് എന്നാണ് IRGC-യുടെ നിഗമനം. 2020 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫാഖ്രിസാദെ ഉൾപ്പെടെ ഇറാന്റെ നിരവധി ശാസ്ത്ര സൈനിക തലവന്മാരെ ഇസ്രായേൽ മുൻപ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.